നല്ല ചിരിച്ച മുഖത്തോടുകൂടി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ IFFKയിലെ സിനിമാ പ്രേക്ഷകരെയും അക്കാദമി അടക്കം ഇച്ചിരി വിഷമത്തിലാഴ്ത്തിയിരുന്നു. കാരണം ഷെഡ്യൂൾ ചെയ്ത പ്രകാരമുള്ള സിനിമകൾ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങളൊക്കെ ഇതിനു മുന്നേ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അക്കാദമി ഈ 30ാമത് IFFKയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സിനിമകളും ഈ 30ാമത് IFFKയിൽ കാണിക്കാൻ കേരള സർക്കാരും ചലച്ചിത്ര അക്കാദമിയും തീരുമാനമെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകാം. അത് നമുക്കത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ സുഗമമായി IFFK 30ാമത് എഡിഷൻ ഇവിടെ പര്യവസാനിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. ഈ സർക്കാർ തീരുമാനത്തിനപ്പുറത്തേക്ക് കേന്ദ്ര അനുമതി ഇപ്പോൾ 5 സിനിമകൾക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനം മനസ്സിലായി. കേന്ദ്രത്തിൽ നിന്ന് 5 സിനിമകൾക്ക് മാത്രമാണ് നിലവിലും ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത്. അതെ, ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. ഇനി അതിൻ്റെ ഭാവി എന്താണോ സംഭവിക്കുക അതൊക്കെ പിന്നീട് ഈ ഫെസ്റ്റിവൽ കഴിയട്ടെ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. ഇപ്പോഴൊറ്റ തീരുമാനമേ ഉള്ളൂ. കേരള സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം ഇവിടെ ബാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞങ്ങൾ കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതൊരു റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രയാസം ഉണ്ടാകും. അത് എല്ലാവരും ഒന്ന് സഹകരിച്ചേ പറ്റുള്ളൂ. ചില സിനിമകൾ അറിയാലോ, അത് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ചെറിയ പ്രയാസങ്ങൾ നേരിടും. അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇനി നമുക്ക് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ ഇതൊരു എന്താ പറയുക, ഒരു ചരിത്രപരമായ ഒരു പ്രഖ്യാപനമാണ്. റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ഒരു ഫേസ് ഉള്ള ഒരാൾ അക്കാദമിയുടെ തലപ്പത്ത് വരണമെന്ന് കേരള സർക്കാർ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളെയാണോ ഇങ്ങനെയുള്ള ആളെയോ? അങ്ങനെയല്ല. അദ്ദേഹത്തിൽ കണ്ട ഒരുപാട് അല്ലേ, അതുകൊണ്ടായിരിക്കുമല്ലോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ പ്ലാൻ ചെയ്ത ശേഷമാണ് അദ്ദേഹം ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വർക്കുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. പക്ഷേ വൈസ് ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ തുടക്കം തൊട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നു. അതൊക്കെ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ടാണ്. കാരണം ഈ ഒരു വലിയ പ്രോസസ്സായത്. ഇത്രയും വിസകൾ സംഘടിപ്പിക്കണം, വിസ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ഇവിടെ ഇല്ല എന്നുള്ളത് സത്യമാണ്, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായി ഈ IFFKയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അയാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്.